ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് സ്റ്റാൻഡേർഡ് 10 ഓൾഡ് SCERTയിലെ സെക്കൻഡ് ലെസണാണ് അറിവിൻ്റെ വാതായനങ്ങൾ. ജ്ഞാനേന്ദ്രിയം എന്ന ടോപ്പിക്കാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ജ്ഞാനേന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട മറ്റൊരു SCERT ലെസണാണ് ഇത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ കുറച്ചധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഒരു ലെങ്തി ലെസണാണ്. 2 പാർട്ടായിട്ട് നമുക്ക് ഈ ക്ലാസ്സുകൾ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് പാർട്ടിലേക്ക് വരാം. ഈ ഭാഗത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടതെന്ന് നോക്കാം അല്ലേ. ഇവിടെ നോക്കി, ഇവിടെ നായകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട ആളുകളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടൊക്കെ നായകളെ ഉപയോഗപ്പെടുത്തുന്നതായിട്ടൊരു പേപ്പർ കട്ടിങ് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ചോദ്യമുണ്ട്, എന്തുകൊണ്ടാണ് നായകളെ ഇങ്ങനത്തെ സന്ദർഭങ്ങളിലൊക്കെ ഉപയോഗപ്പെടുത്തുന്നത്? എന്താണ്, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു നായകൾക്ക് ഘ്രാണശക്തി കൂടുതലാണെന്നല്ലേ. അപ്പോൾ അതാണ് ആ ഒരു കാരണം കൊണ്ടാണ് നായകളെ ഇങ്ങനെ കുറ്റാന്വേഷണത്തിൻ്റെ കേസിലും ഇതുപോലെ അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ഉപയോഗപ്പെടുത്തുന്നത്. ഓക്കെ, ജ്ഞാനേന്ദ്രിയങ്ങളിലെ ഗ്രാഹികളുടെ എണ്ണം ഓരോ ജീവിയിലും വ്യത്യസ്തമായിരിക്കും. മനുഷ്യൻ്റെ മൂക്കിലെ ഗ്രന്ഥഗ്രാഹി കോശങ്ങൾ നിരത്തിവെക്കാൻ ഒരു പോസ്റ്റേജ് സ്റ്റാമ്പിൻ്റെ പ്രതലം മതിയാകുമെങ്കിൽ ഒരു നായയുടെ ഗ്രന്ഥഗ്രാഹി കോശങ്ങൾ ക്രമീകരിക്കുന്നതിന് ഒരു തൂവാല തന്നെ വേണ്ടിവരും. ഗ്രാഹികളുടെ എണ്ണം ഇന്ദ്രിയങ്ങളുടെ ക്ഷമതയെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. അതുപോലെ ഉദ്ദീപനങ്ങളെ സ്വീകരിക്കാൻ നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളിൽ വ്യത്യസ്ത തരം ഗ്രാഹികളാണ് ഉള്ളത്. അപ്പോൾ ഓരോ ഓർഗാനിസത്തിനും ഡിഫറെൻ്റ് ആയിരിക്കും അവരുടെ ഗ്രാഹികളുടെ എണ്ണം എന്ന് പറയുന്നത്. മനുഷ്യൻ്റെ മൂക്കിലെ ഗ്രന്ഥഗ്രാഹി കോശങ്ങൾ പോലെയല്ല ഒരു നായയുടെ കേസിൽ. അപ്പോൾ നായയ്ക്ക് എന്താണ്, ഗ്രന്ഥഗ്രാഹി കോശങ്ങൾ കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ അവയെ നമുക്ക് എന്ത് ചെയ്യാം, കുറ്റാന്വേഷണ രംഗത്തും മുകളിൽ പേപ്പർ കട്ടിങ്ങിൽ തന്നിരിക്കുന്ന പോലെ തന്നെ അപകടങ്ങൾ ഉണ്ടാകുന്ന കേസിൽ അവിടെ നിന്ന് എന്താണ് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടും അല്ലേ, ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യാം, നായകളെ നമുക്ക് ഉപയോഗപ്പെടുത്താം. മണത്തറിഞ്ഞ് ഇപ്പോൾ മണ്ണിനടിയിൽ ആളുകൾ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ കണ്ടെത്താനായിട്ട് ആർക്ക് സാധിക്കുന്നുണ്ട്? നായകൾക്കൊരു പരിധി വരെയൊക്കെ സാധിക്കുമെന്നുള്ളതാണ്. ഓക്കെ, ഇനി ജ്ഞാനേന്ദ്രിയം അവിടുത്തെ ഗ്രാഹി ഏതാണ്, ഉദ്ദീപനം ഏതാണ് എന്ന് തന്നിട്ടുണ്ട്. കണ്ണാണെങ്കിൽ പ്രകാശഗ്രാഹി, പ്രകാശമാണ് ഉദ്ദീപനം. ചെവിയാണെങ്കിൽ ശബ്ദഗ്രാഹി, ശബ്ദമാണ് ഉദ്ദീപനം. നാവാണെങ്കിൽ സ്വാദഗ്രാഹി, സ്വാദാണ് ഉദ്ദീപനം. ത്വക്കിൽ വിവിധ തരം ഗ്രാഹികളുണ്ടായിരിക്കും. അതുപോലെ സ്പർശനം, വേദന, മർദ്ദം, തണുപ്പ്, ചൂട് ഇതൊക്കെയാണ് ഉദ്ദീപനങ്ങൾ. ഇനി മൂക്കാണെങ്കിൽ ഗ്രന്ഥഗ്രാഹിയാണ് അല്ലേ, ഗന്ധമാണ് നമുക്ക് ഉദ്ദീപനമായിട്ട് ലഭിക്കുക. ഇനി അടുത്തത് കണ്ണിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, കണ്ണിനെ കുറിച്ച് നമുക്ക് നോക്കാം. നോക്കി, നേത്രകോടാരം. നേത്രകോടാരം എന്താണ്? തലയോട്ടിയിൽ കണ്ണ് സ്ഥിതി ചെയ്യുന്ന കുഴികളാണ്. തലയോട്ടിയിൽ കണ്ണ് സ്ഥിതി ചെയ്യുന്ന കുഴികളെയാണ് നേത്രകോടാരങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി ബാഹ്യ കൺപേശികൾ. ബാഹ്യ കൺപേശികൾ എന്ന് പറയുമ്പോൾ കണ്ണുകളെ നേത്രകോടാരത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നത് ബാഹ്യ കൺപേശികളാണ്. നേത്രകോടാരം എന്ന് പറയുമ്പോൾ തലയോട്ടിയിലെ കുഴികളാണ്. തലയോട്ടിയിൽ കണ്ണ് സ്ഥിതി ചെയ്യുന്ന കുഴികൾ അറിയപ്പെടുന്നത് നേത്രകോടാരം എന്നാണ്. അതുപോലെ കണ്ണുകളെ ഈ നേത്രകോടാരത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നത് ബാഹ്യ കൺപേശികളാണ്. ഇന്ദ്രിയാനുഭവങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ മസ്തിഷ്കത്തിനെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇന്ദ്രിയമാണ് കണ്ണെന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി കൺജങ്ക്റ്റൈവ. എന്താണ് കൺജങ്ക്റ്റൈവ? നേത്രഗോളത്തിൻ്റെ മുൻഭാഗം വരണ്ടു പോകാതെ സംരക്ഷിക്കുന്ന ശ്ലേഷ്മം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് കൺജങ്ക്റ്റൈവയാണ്. കൺജങ്ക്റ്റൈവ ഉൽപ്പാദിപ്പിക്കുന്ന ശ്ലേഷ്മം നേത്രഗോളത്തിൻ്റെ മുൻഭാഗം വരണ്ടു പോകാതെ സംരക്ഷിക്കുന്നു. ഇനി കണ്ണുനീരിനെ കുറിച്ച് നോക്കാം. എന്താണ്? കണ്ണിൻ്റെ മുൻഭാഗത്തെ വൃത്തിയാക്കുകയും നനവുള്ളതാക്കി നിർത്തുകയും ചെയ്യുന്നു. കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന ലൈസോസൈം എന്ന എൻസൈം രോഗാണുക്കളെ നശിപ്പിക്കുന്നു. ഇപ്പോൾ കൺജങ്ക്റ്റൈവ, അതുപോലെ തന്നെ കണ്ണുനീര്, ബാഹ്യ കൺപേശികൾ, നേത്രകോടാരം, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഭാഗത്ത് പറഞ്ഞത്. ഒന്നുകൂടെ നോക്കാം. നേത്രകോടാരം എന്ന് പറയുമ്പോൾ തലയോട്ടിയിൽ കണ്ണ് സ്ഥിതി ചെയ്യുന്ന കുഴികളാണ് നേത്രകോടാരം. കണ്ണുകളെ നേത്രകോടാരത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നത് ബാഹ്യ കൺപേശികളാണ്. പിന്നെ കൺജങ്ക്റ്റൈവയെ കുറിച്ച് പറഞ്ഞു. നേത്രഗോളത്തിൻ്റെ മുൻഭാഗം വരണ്ടു പോകാതെ സംരക്ഷിക്കുന്ന ശ്ലേഷ്മം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ആരാണ്? കൺജങ്ക്റ്റൈവയാണ്. അതുപോലെ കണ്ണുനീരെന്ന് പറയുമ്പോൾ കണ്ണിൻ്റെ മുൻഭാഗത്തെ വൃത്തിയാക്കുകയും നനവുള്ളതാക്കി നിർത്തുകയും ചെയ്യുന്നത് കണ്ണുനീരാണ്. കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന എൻസൈമാണ് ഏത്? ലൈസോസൈം എന്ന എൻസൈം രോഗാണുക്കളെ നശിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഇനി നമുക്ക് കണ്ണിൻ്റെ ഭാഗങ്ങൾ അല്ലെങ്കിൽ കണ്ണിൻ്റെ ഘടന ഒന്ന് നോക്കാം. കണ്ണിൻ്റെ ഘടന
അതിലെ പാർട്സൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കുക. കൺജങ്ക്റ്റൈവ, കോർണിയ, ഐറിസ്, പ്യൂപ്പിൾ, ലെൻസ്, ദൃഢപടലം, രക്തപടലം, റെറ്റിന, പീതബിന്ദു, നേത്രനാഡി, അന്ധബിന്ദു. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മളിനി ഓരോ ഭാഗം പഠിക്കുമ്പോഴും പറയും. ഓക്കെ, അപ്പോൾ കണ്ണിന് 3 പാളികളുണ്ട്. കണ്ണിന് പ്രധാനമായിട്ടും 3 പാളികളുണ്ട്. ദൃഢപടലം അല്ലെങ്കിൽ സ്ക്ലീറ, രക്തപടലം അല്ലെങ്കിൽ കൊറോയിഡ്, ദൃഷ്ടിപടലം അല്ലെങ്കിൽ റെറ്റിന. ഓക്കെ, അപ്പോൾ കണ്ണിലെ 3 പാളികളാണ് ദൃഢപടലം, രക്തപടലം, ദൃഷ്ടിപടലം. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ദൃഢപടലം അല്ലെങ്കിൽ സ്ക്ലീറ എന്ന് പറഞ്ഞാൽ കണ്ണിന് ദൃഢത നൽകുന്ന വെളുത്ത നിറമുള്ള ബാഹ്യ പാളിയാണ്. യോജക കലകളാൽ നിർമ്മിതമാണ്. ദൃഢപടലം യോജക കലകളാൽ നിർമ്മിതമാണ്. ഈ കണ്ണുമായി ബന്ധപ്പെട്ടിട്ട് 10th മെയിൻസ് ഹോട്ട് ടോപ്പിക് എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൽ നമ്മളൊരു ക്ലാസ് ചെയ്തിട്ടുണ്ട്, കണ്ണ് എന്ന ടൈറ്റിലിൽ. ഓക്കെ, അപ്പോൾ അത് കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ ആ ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് നമ്മൾ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ ഒരു ക്ലാസ് കൂടി നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ നോക്കാം, കണ്ണിലെ പാളികൾ എന്ന് പറയുമ്പോൾ ദൃഢപടലം, രക്തപടലം, ദൃഷ്ടിപടലം 3 പാളികളാണ്. ഇനി കണ്ണിന് ദൃഢത നൽകുന്ന വെളുത്ത നിറമുള്ള ബാഹ്യ പാളിയാണ് ദൃഢപടലം. യോജക കലകളാൽ നിർമ്മിതമായിട്ടുള്ള കണ്ണിന് ദൃഢത നൽകുന്ന വെളുത്ത നിറമുള്ള ബാഹ്യ പാളിയാണ് ദൃഢപടലം. ഓക്കെ അല്ലേ? ദൃഢപടലത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് കോർണിയയും കൺജങ്ക്റ്റൈവയും. കോർണിയയും കൺജങ്ക്റ്റൈവയും ദൃഢപടലത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന പാർട്സാണ്. ദൃഢപടലത്തിൻ്റെ മുൻഭാഗത്തുള്ള സുതാര്യവും മുന്നോട്ട് തള്ളിയതുമായിട്ടുള്ള ഭാഗമാണ് കോർണിയ. കണ്ണ് മാറ്റിവെക്കുക എന്ന് പറയുമ്പോൾ അപ്പോൾ എന്താ മാറ്റിവെക്കുന്നത്? കോർണിയയാണ് മാറ്റിവെക്കാറ്. പ്രകാശരശ്മികളെ കണ്ണിലേക്ക് പ്രവേശിപ്പിക്കുന്നത് കോർണിയയിലൂടെയാണ്. ഓക്കെ, ഇനി കൺജങ്ക്റ്റൈവ എന്ന് പറഞ്ഞാൽ എന്താണ്? ദൃഢപടലത്തിൻ്റെ മുൻവശത്തിന് കോർണിയ ഒഴികെയുള്ള ഭാഗം ഉണ്ടല്ലോ, കോർണിയ അങ്ങ് മാറ്റി നിർത്തിയാൽ കോർണിയ ഒഴികെയുള്ള ഭാഗങ്ങളെ ആവരണം ചെയ്ത് സംരക്ഷിക്കുന്ന സ്ഥലമാണ് കൺജങ്ക്റ്റൈവ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ചെങ്കണ്ണൊക്കെ വരുമ്പോൾ അത് ബാധിക്കുന്നത് എവിടെയാണ്? കൺജങ്ക്റ്റൈവയാണ് കേട്ടോ. ദൃഢപടലത്തിൻ്റെ മുൻവശത്ത് കോർണിയ ഒഴികെയുള്ള ഭാഗങ്ങളെ ആവരണം ചെയ്ത് സംരക്ഷിക്കുന്ന സ്ഥലമാണ് കൺജങ്ക്റ്റൈവ. ദൃഢപടലത്തിൻ്റെ 2 ഭാഗങ്ങളാണ് കോർണിയയും കൺജങ്ക്റ്റൈവയും. ഓക്കെ, ഇനി രക്തപടലം. രക്തപടലം അല്ലെങ്കിൽ കൊറോയിഡ് എന്ന് പറയുമ്പോൾ ധാരാളം രക്തക്കുഴലുകൾ കാണപ്പെടുന്ന മധ്യപാളിയാണ്. മധ്യപാളിയാണ് രക്തപടലം. രക്തപടലത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന കണ്ണിൻ്റെ ഭാഗങ്ങളാണ് ഐറിസും അതുപോലെ പ്യൂപ്പിളും. ഐറിസ് എന്ന് പറയുമ്പോൾ കോർണിയയുടെ പിൻഭാഗത്തായി കാണപ്പെടുന്ന രക്തപടലത്തിൻ്റെ ഭാഗമാണ്. മെലാനിൻ എന്ന വർണ്ണവസ്തുവിൻ്റെ സാന്നിധ്യം കൊണ്ട് ഇരുണ്ട നിറമാണ് നൽകുന്നത്. അപ്പോൾ ചിലരുടെ കണ്ണിന് കണ്ണിൻ്റെ ഐറിസിന് എന്തായിരിക്കും? കളർ ഡിഫറൻസ് ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ അതെന്താണ്? ഈ മെലാനിൻ എന്ന് പറയുന്ന വർണ്ണവസ്തുവിൻ്റെ ഏറ്റക്കുറച്ചിൽ മൂലമാണ്. ഓക്കെ, അപ്പോൾ ഐറിസ് എന്താണ്? കോർണിയയുടെ പിൻഭാഗത്തായി കാണപ്പെടുന്ന രക്തപടലത്തിൻ്റെ ഭാഗമാണ്. മെലാനിൻ എന്ന വർണ്ണവസ്തുവിൻ്റെ സാന്നിധ്യം ഇരുണ്ട നിറം നൽകുന്നുണ്ട്. ഇനി പ്യൂപ്പിൾ എന്ന് പറയുമ്പോഴോ ഐറിസിൻ്റെ മധ്യഭാഗത്തുള്ള സുഷിരമാണ്. ഐറിസിൻ്റെ മധ്യഭാഗത്തുള്ള സുഷിരത്തിനെയാണ് പ്യൂപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, പ്രകാശ തീവ്രതയ്ക്ക് അനുസരിച്ച് ഇതിൻ്റെ വലിപ്പം ക്രമീകരിക്കപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഭാഗമുണ്ടല്ലോ, കൃഷ്ണമണി അല്ലേ, ഇതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? ചെറിയൊരു സ്പോട്ടുണ്ട്. അപ്പോൾ ഈ സ്പോട്ടാണ് പ്യൂപ്പിൾ എന്ന് പറയുന്നത്. ഇവിടെ കാണുന്ന ഈ ഡാർക്ക് കളർ ഈ ഭാഗമാണ് എന്ത്? ഐറിസ് എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? കണ്ണ് നമ്മളിങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ക്ലിയർ അല്ലേ? കണ്ണ് നമ്മളിങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇത് എന്താണ്? ഐറിസും അതിൻ്റെ ഉള്ളിൽ കാണുന്ന ഈ ചെറിയ ഭാഗമാണ് എന്ത്? പ്യൂപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഐറിസിൻ്റെ മധ്യഭാഗത്തുള്ള സുഷിരമാണ് പ്യൂപ്പിൾ എന്ന് പറയുന്നത്. പ്രകാശ തീവ്രതയ്ക്ക് അനുസരിച്ച് അതിൻ്റെ വലിപ്പം ക്രമീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ കണ്ണിലെ പ്രകാശ ക്രമീകരണം, അതായത് ഇവിടെ നമ്മൾ പറയുന്നുണ്ട് എന്താണ്? ഇവിടെ കണ്ടോ, പ്രകാശ തീവ്രതയ്ക്ക് അനുസരിച്ച് അതിൻ്റെ വലിപ്പം ക്രമീകരിക്കപ്പെടുന്നുണ്ടെന്ന്. ആ വലിപ്പം ക്രമീകരിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ അടുത്ത പേജിൽ പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പറയാം നമുക്ക് ആ കാര്യങ്ങൾ. ഇനി അടുത്തത് ദൃഷ്ടിപടലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ദൃഷ്ടിപടലം അല്ലെങ്കിൽ റെറ്റിന പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന ആന്തരപാളിയാണ്. ഗ്രാഹികൾ കാണപ്പെടുന്ന ആന്തരപാളി, കണ്ണിൻ്റെ ആന്തരപാളിയാണ് ദൃഷ്ടിപടലം എന്ന് പറയുന്നത്. ദൃഷ്ടിപടലത്തിൻ്റെ പാർട്സാണ് പീതബിന്ദുവും അന്ധബിന്ദുവും. ദൃഷ്ടിപടലത്തിൻ്റെ ഭാഗമായി വരുന്നതാണ് പീതബിന്ദുവും അന്ധബിന്ദുവും. പീതബിന്ദു എന്ന് പറഞ്ഞാൽ യെല്ലോ സ്പോട്ട്. റെറ്റിനയിൽ പ്രകാശഗ്രാഹി കോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗമാണ് പീതബിന്ദു. റെറ്റിനയിൽ പ്രകാശഗ്രാഹി കോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗമാണ് പീതബിന്ദു. പ്രതിബിംബത്തിന് ഏറ്റവും തെളിമയുള്ളത് പീതബിന്ദുവിലാണ്. പീതബിന്ദുവിലാണ്. ഇനി അന്ധബിന്ദു എന്ന് പറയുമ്പോൾ എന്താണ്?
പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ റെറ്റിനയിൽ നിന്ന് നേത്രനാഡി ആരംഭിക്കുന്ന ഭാഗമാണ്. അവിടെ എന്തില്ല? പ്രകാശഗ്രാഹികളില്ല. പ്രകാശഗ്രാഹികളില്ലാത്തതിനാൽ ആ ഭാഗത്ത് കാഴ്ചയില്ല എന്നുള്ളതാണ്. പീതബിന്ദുവും അന്ധബിന്ദുവുമാണ് നമ്മളുടെ ഈ ഒരു ദൃഷ്ടിപടലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പാർട്സ്. ദൃഷ്ടിപടലം അല്ലെങ്കിൽ റെറ്റിന, പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന ആന്തരഭാഗമാണ് ദൃഷ്ടിപടലം. പീതബിന്ദുവും അന്ധബിന്ദുവും ദൃഷ്ടിപടലത്തിന്റെ പാർട്സായി വരുന്ന ഭാഗങ്ങളാണ്. പീതബിന്ദു എന്നാൽ റെറ്റിനയിൽ പ്രകാശഗ്രാഹി കോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗമാണ്. അപ്പോൾ പ്രതിബിംബത്തിന് ഏറ്റവും തെളിമയുള്ളത് ഈ പീതബിന്ദുവിലും. അതുപോലെ തന്നെ അന്ധബിന്ദു എന്ന് പറയുമ്പോൾ ഇവിടെ നിന്നാണ് എന്ത് ചെയ്യുന്നത്? നേത്രനാഡി ആരംഭിക്കുന്നത്. പക്ഷെ അവിടെ എന്തില്ല? പ്രകാശഗ്രാഹികളില്ല. അതുകൊണ്ട് തന്നെ കാഴ്ച ഇല്ല. ഇനി നമുക്ക് ലെൻസിനെ കുറിച്ച് നോക്കാം. സുതാര്യവും ഇലാസ്റ്റികതയുള്ളതുമായിട്ടുള്ള കോൺവെക്സ് ലെൻസ്. കണ്ണിലെ ലെൻസ് ഏത് ലെൻസാണ്? കോൺവെക്സ് ലെൻസാണ്. കോൺവെക്സ് ലെൻസ് സുതാര്യവും ഇലാസ്റ്റികതയുള്ളതുമായിട്ടുള്ള കോൺവെക്സ് ലെൻസാണ് കണ്ണിലുള്ളത്. സ്നായുക്കൾ എന്ന ചരടുകൾ വഴി സീലിയറി പേശികളുമായി ഇവ ബന്ധിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. സ്നായുക്കൾ എന്ന ചരട് വഴി, കണ്ടല്ലോ, സ്നായുക്കൾ എന്ന ചരട് വഴി സീലിയറി പേശികളുമായി ബന്ധപ്പെടുത്തി വെച്ചിരിക്കുകയാണ് എന്താ? ലെൻസ്. അപ്പോൾ എന്ത് ലെൻസായത്? കോൺവെക്സ് ലെൻസാണ് നമ്മുടെ കണ്ണിലുള്ളത്. കോൺവെക്സ് ലെൻസ്. ഇനി അടുത്തത് സീലിയറി പേശികൾ എന്താണ്? ലെൻസിനെ ചുറ്റിയുള്ള വൃത്താകൃതിയിലുള്ള പേശികളാണ്. കണ്ടല്ലോ, ഈ കാണുന്ന പേശികളാണ് എന്ത്? സീലിയറി പേശികൾ. ലെൻസിനെ ചുറ്റിയുള്ള വൃത്താകൃതിയിലുള്ള പേശികളാണ് സീലിയറി പേശികൾ. ഇവയുടെ സങ്കോചവും വിശ്രമാവസ്ഥ പ്രാപിക്കലും ലെൻസിന്റെ വക്രത ക്രമീകരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ലെൻസിന്റെ വക്രത ക്രമീകരിക്കപ്പെടുന്നത് എങ്ങനെയാണ്? സീലിയറി പേശികൾ സങ്കോചിക്കുകയും വിശ്രമാവസ്ഥ പ്രാപിക്കുകയും ചെയ്യുമ്പോൾ ലെൻസിന്റെ വക്രത ക്രമീകരിക്കപ്പെടുന്നു. ഇനി നമുക്ക് നേത്രനാഡിയെക്കുറിച്ച് നോക്കാം. പ്രകാശഗ്രാഹി കോശങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ പ്രകാശഗ്രാഹി കോശങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ, സ്റ്റിമുലസുകളെ മസ്തിഷ്കത്തിൽ എത്തിക്കുകയും കാഴ്ചയുടെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നത് നേത്രനാഡിയാണ്. പ്രകാശഗ്രാഹി കോശങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ മസ്തിഷ്കത്തിലെ കാഴ്ചയുടെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുന്നത് നേത്രനാഡിയാണ്. ഓർത്തു വച്ചേക്കുക ഇത്രയും പോയിന്റ്. അപ്പോൾ നമ്മുടെ കണ്ണിൽ കാണുന്ന ലെൻസ് ഏത് ലെൻസാണ്? കോൺവെക്സ് ലെൻസാണ്. കോൺവെക്സ് ലെൻസ് സ്നായുക്കൾ എന്ന ചരടുകൾ വഴി സീലിയറി പേശികളുമായി ബന്ധിപ്പിച്ച് വെച്ചിരിക്കുകയാണ് ഈ ഒരു ലെൻസ്. ഇനി കണ്ണിലെ ദ്രവങ്ങൾ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അക്വസ് ദ്രവവും വിട്രിയസ് ദ്രവവും. അക്വസ് ഹ്യൂമറും വിട്രിയസ് ഹ്യൂമറും. അക്വസ് ഹ്യൂമർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു കോഡ് നിങ്ങൾ പഠിച്ചു വയ്ക്കുക കേട്ടോ. CAL എന്നൊരു കോഡ് പഠിച്ചു വെച്ചേക്കുക. അതുപോലെ LVR എന്നൊരു കോഡും പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, CAL കാൽ എന്ന് ആലോചിക്കുക കേട്ടോ, കാൽ. ഓക്കെ, അപ്പോൾ എന്തിനായി പഠിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം ഇത് വായിക്കാം, അപ്പോൾ മനസ്സിലാവും. കോർണിയയ്ക്കും ലെൻസിനും ഇടയിലാണ് അക്വസ് അറ. കോർണിയയ്ക്കും ലെൻസിനും ഇടയിലെ അക്വസ് അറയിൽ നിറഞ്ഞിരിക്കുന്ന ജലം പോലെയുള്ള ദ്രവമാണ് അക്വസ് ദ്രവം. എന്തിൻ്റെ ഉള്ളിലാണ്? കോർണിയയാണ് ഈ C. അതുപോലെ ലെൻസ്, കോർണിയയ്ക്കും ലെൻസിനും ഇടയിലാണ് ആരുള്ളത്? കോർണിയയ്ക്കും ലെൻസിനും ഇടയിൽ അക്വസ് ദ്രവം, അല്ലെ? അക്വസ് അറയിലാണ് അക്വസ് ദ്രവം. ജലം പോലെയാണ് ഈ ദ്രവം. ഇത് രക്തത്തിൽ നിന്ന് രൂപം കൊണ്ട് രക്തത്തിലേക്ക് തന്നെ പുനരാഗീകരണം ചെയ്യപ്പെടുന്നു. നമ്മൾ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് പഠിച്ചത് ഓർക്കുന്നുണ്ടോ? നമ്മൾ ബ്രെയിനിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ച ആ ഒരു ഭാഗത്ത് ഈ ഒരു സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എങ്ങനെയാണ് രക്തത്തിൽ നിന്ന് ഫോം ചെയ്ത് രക്തത്തിലേക്ക് തന്നെ തിരികെ അബ്സോർബ് ചെയ്യുന്നതാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, അല്ലേ? നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ അതെ, ആ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു കണ്ണിൻ്റെ കാര്യം, അങ്ങനെ ഒരു സംഭവം നമുക്ക് പഠിക്കാനുണ്ടെന്നുള്ളത്, അല്ലേ? അപ്പോൾ കോർണിയയ്ക്കും ലെൻസിനും ഇടയ്ക്ക് അക്വസ് അറയിൽ നിറഞ്ഞിരിക്കുന്ന ജലം പോലെയുള്ള ദ്രവമാണ് അക്വസ് ദ്രവം എന്ന് പറയുന്നത്. ഇത് രക്തത്തിൽ നിന്ന് രൂപം കൊണ്ട് രക്തത്തിലേക്ക് തന്നെ പുനരാഗീകരണം ചെയ്യപ്പെടുന്നു. കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും നൽകുന്നത് അക്വസ് ദ്രവമാണ്. അപ്പോൾ മനസ്സിലായോ നമ്മുടെ കോഡ് എന്താണെന്ന്? നമ്മുടെ കോഡ് എന്തായിരുന്നു? CAL. ഇങ്ങനെയാണ് CAL. ഓക്കെ, ഇനി അടുത്തത് വിട്രിയസ് ദ്രവം. വിട്രിയസ് ദ്രവം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിലായിട്ടാണ് എന്ത് കാണുന്നത്? വിട്രിയസ് അറ. ഈ വിട്രിയസ് അറയിൽ നിറഞ്ഞിരിക്കുന്ന ജെല്ലി പോലെയുള്ള ദ്രവമാണ് വിട്രിയസ് ദ്രവം എന്ന് പറയുന്നത്. കണ്ണിൻ്റെ ആകൃതി നിലനിർത്താനായിട്ട് സഹായിക്കുന്നു. ഓക്കെ, അപ്പോൾ വിട്രിയസ് ദ്രവം കണ്ണിൻ്റെ ആകൃതിയാണ് നിലനിർത്തുന്നത്. അക്വസ് ദ്രവമാണെങ്കിലോ കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവുമാണ് നൽകുന്നത്. തമ്മിൽ മാറിപ്പോവരുത്, സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊക്കെ നമുക്ക് ചിലപ്പോൾ വരുമ്പോൾ ഇതൊക്കെ മാറ്റി തന്നേക്കാം. അപ്പോൾ നമുക്ക് തെറ്റിപ്പോവരുത്. അക്വസ് ദ്രവം എന്ന് പറയുമ്പോൾ എന്താണ്? കോർണിയയ്ക്കും ലെൻസിനും ഇടയിലാണ് അക്വസ് അറ. അക്വസ് അറയിൽ നിറഞ്ഞിരിക്കുന്ന ദ്രാവകമാണ് അക്വസ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്.
അല്ലേ? ഈ അക്വസ് ഫ്ലൂയിഡ് നമ്മുടെ കണ്ണിലെ കലകൾക്ക് എന്താ ചെയ്യുന്നത്? പോഷണവും ഓക്സിജനുമാണ് നൽകുന്നത്. രക്തത്തിൽ നിന്ന് രൂപം കൊണ്ട് രക്തത്തിലേക്ക് തന്നെ പുനരാകിരണം ചെയ്യപ്പെടുന്ന ദ്രവമാണ് അക്വസ് ദ്രവം. ഇനി വിട്രിയസ് ദ്രവം എന്ന് പറയുമ്പോൾ എന്താണ്? ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിലാണ് വിട്രിയസ് അറ കാണുന്നത്. ഈ വിട്രിയസ് അറയിൽ നിറഞ്ഞിരിക്കുന്ന ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ് ആണ് എന്തെന്ന് പറയുന്നത്? വിട്രിയസ് ദ്രവം എന്ന് പറയുന്നത്. ഇത് കണ്ണിന് ആകൃതി നിലനിർത്താനായിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. കണ്ണിൻ്റെ ആകൃതി നിലനിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ ആണല്ലോ. ഇനി കണ്ണിലെ പ്രകാശ ക്രമീകരണം കണ്ടല്ലോ, നേരത്തെ പറഞ്ഞ കാര്യമാണ്. അതായത് കൂടിയ അളവിൽ പ്രകാശം പ്രകാശം നമ്മുടെ കണ്ണിലേക്ക് പതിക്കുമ്പോൾ നമ്മുടെ കണ്ണിന് ദോഷകരമാണ് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ കണ്ണിലെ ഐറിസും അതിൻ്റെ മധ്യഭാഗത്തുള്ള പ്യൂപ്പിൾ എന്ന സുഷിരവും കണ്ണിലേക്ക് പതിക്കുന്ന പ്രകാശത്തിൻ്റെ അളവ് നിയന്ത്രിക്കും. അപ്പോൾ അതെങ്ങനെയാണ് നിയന്ത്രിക്കുന്നത്? കണ്ടോ, ഇതിന് ചുറ്റും ഇത് കണ്ടല്ലോ, ഈ നടുക്ക് കാണുന്ന ഡാർക്ക് സ്പോട്ടാണ് പ്യൂപ്പിൾ. അതിന് ചുറ്റുമുള്ള ഭാഗമാണ് എന്തെന്ന് പറയുന്നത്? ഐറിസ് എന്ന് പറയുന്നത്. അപ്പോൾ മങ്ങിയ പ്രകാശത്തിൽ എന്താ ചെയ്യുന്നത്? പ്യൂപ്പിൾ വികസിക്കുന്നു. മങ്ങിയ പ്രകാശത്തിൽ പ്യൂപ്പിൾ വികസിക്കുന്നു. തീവ്ര പ്രകാശത്തിൽ പ്യൂപ്പിൾ എന്താ ചെയ്യുന്നത്? ചെറുതാവുകയാണ് ചെയ്തത്. കണ്ടല്ലോ, മങ്ങിയ പ്രകാശത്തിൽ പ്യൂപ്പിളിനുണ്ടാവുന്ന മാറ്റം, അതുപോലെ തന്നെ തീവ്രപ്രകാശത്തിൽ പ്യൂപ്പിളിനുണ്ടാവുന്ന മാറ്റം. മങ്ങിയ പ്രകാശത്തിലാണെങ്കിൽ റേഡിയൽ പേശികൾ സങ്കോചിക്കുന്നു. മങ്ങിയ പ്രകാശത്തിൽ റേഡിയൽ പേശികൾ സങ്കോചിക്കുന്നു. മങ്ങിയ പ്രകാശത്തിൽ റേഡിയൽ പേശികൾ സങ്കോചിക്കുന്നു. ഇനി വലയ പേശികൾ നോക്കിയേ, തീവ്രപ്രകാശമാകുമ്പോൾ എന്താ ചെയ്യുന്നത്? അവിടെ വലയ പേശികളാണ് സങ്കോചിക്കുന്നത്. ഓക്കെ, വലയ പേശികൾ സങ്കോചിക്കുന്നു. തീവ്രപ്രകാശത്തിൽ വലയ പേശികൾ സങ്കോചിക്കുന്നു. അതെങ്ങനെയാണ് കണക്ട് ചെയ്ത് വെക്കുക? ഇത് ഇവിടെ കണ്ടോ, തീവ്ര എന്ന് എഴുതുമ്പോൾ, തീവ്രപ്രകാശം എന്ന് എഴുതുമ്പോൾ ഇവിടെ നമുക്കൊരു വായ ഉണ്ടല്ലോ, വാ അല്ലേ? ഈ വായുമായിട്ട് ബന്ധപ്പെടുത്തി അങ്ങ് കണക്ട് ചെയ്ത് വെക്കുക, വേറെ രക്ഷയില്ല. അപ്പോൾ തീവ്ര പ്രകാശമാണെങ്കിൽ വലയ പേശികളാണ് സങ്കോചിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ റേഡിയൽ പേശികളാണ് മങ്ങിയ വെളിച്ചത്തിൽ അല്ലെ മങ്ങിയ പ്രകാശത്തിൽ സങ്കോചിക്കുന്നത് നമുക്ക് ഓർത്ത് വയ്ക്കാമല്ലോ. ക്ലിയർ ആണല്ലോ? തീവ്രപ്രകാശത്തിൽ വലയ പേശികളും മങ്ങിയ പ്രകാശത്തിൽ എന്താണ്? റേഡിയൽ പേശികളുമാണ് സങ്കോചിക്കുന്നത്. ഐറിസിലെ വലയ പേശിയുടെയും റേഡിയൽ പേശിയുടെയും പ്രവർത്തനത്തിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? പ്യൂപ്പിളിൻ്റെ വലിപ്പം ക്രമീകരിക്കപ്പെടുന്നത്. മങ്ങിയ പ്രകാശത്തിൽ റേഡിയൽ പേശികൾ സങ്കോചിക്കുമ്പോൾ പ്യൂപ്പിൾ വികസിക്കുന്നു. തീവ്രപ്രകാശത്തിൽ എന്താ ചെയ്യുന്നത്? തീവ്രപ്രകാശത്തിൽ വലയ പേശികളാണ് സങ്കോചിക്കുന്നത്. ആ സമയത്ത് പ്യൂപ്പിൾ ചുരുങ്ങുകയാണ് ചെയ്യുന്നത്. തീവ്രപ്രകാശത്തിൽ പ്യൂപ്പിൾ ചുരുങ്ങുന്നു. അങ്ങനെ പ്രകാശ തീവ്രതയ്ക്ക് അനുസൃതമായിട്ട് ലെൻസിലേക്കുള്ള പ്രകാശത്തിൻ്റെ അളവ് നിയന്ത്രിക്കപ്പെടുന്നു. ഓക്കെ ആണല്ലോ? ക്ലിയർ ആയല്ലോ? ഇനി അടുത്തൊരു ഭാഗം പ്രതിബിംബം രൂപപ്പെടുന്ന വിധം. പ്രതിബിംബം എങ്ങനെയാണ് രൂപപ്പെടുന്നത് നമുക്ക് നോക്കാം. വസ്തുവിൽ നിന്ന് പ്രതിപതിച്ചു വരുന്ന പ്രകാശരശ്മികൾ റെറ്റിനയിൽ പതിക്കുന്നത് കോർണിയയുടെയും ലെൻസിൻ്റെയും വക്രത സഹായിക്കുന്നുണ്ട്. വസ്തുവിൽ നിന്ന് പ്രതിഫലിച്ചു വരുന്ന പ്രകാശരശ്മികൾ റെറ്റിനയിൽ പതിപ്പിക്കുന്നതിന് ആരുടെയൊക്കെ ഹെൽപ്പ് വേണം? കോർണിയയുടെയും ലെൻസിൻ്റെയും വക്രത ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കോർണിയയുടെയും ലെൻസിൻ്റെയും വക്രത സഹായിക്കുന്നുണ്ട്. എന്താ പറഞ്ഞത്? വസ്തുവിൽ നിന്ന് പ്രതിഫലിച്ചു വരുന്ന പ്രകാശരശ്മികൾ റെറ്റിനയിൽ പതിക്കാൻ വേണ്ടിയിട്ട് കോർണിയയുടെയും ലെൻസിൻ്റെയും ഒക്കെ വക്രത സഹായിക്കുന്നുണ്ട്. ഓക്കെ ആയല്ലോ അല്ലേ പറഞ്ഞത്? അപ്പോൾ ഇവിടെ കണ്ണിലെ ലെൻസ് രൂപപ്പെടുത്തുന്ന പ്രതിബിംബത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? കണ്ണിലെ പ്രതിബിംബം കണ്ണിലെ ലെൻസ് രൂപപ്പെടുത്തുന്ന പ്രതിബിംബത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ തല തിരിഞ്ഞതാണ്, ചെറുതാണ്, യഥാർത്ഥമാണ്. തല തിരിഞ്ഞതാണ്, ചെറുതാണ്, യഥാർത്ഥമാണ്. കണ്ടല്ലോ, ഇവിടെ എന്താണ്? ഒരു ട്രീയുടെ ഇമേജാണ്, അത് കാണുന്നത് തല തിരിഞ്ഞാണ്, യഥാർത്ഥമാണ്, ഇമേജിനേക്കാൾ ചെറുതാണല്ലോ. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ നമ്മൾ പറഞ്ഞു വന്നത്? കണ്ണിലെ ലെൻസ്, കോൺവെക്സ് ലെൻസ് രൂപപ്പെടുത്തുന്ന പ്രതിബിംബത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇൻവേർട്ടഡ് ആണ്, സ്മോൾ ആണ്, റിയൽ ആണ്. നമുക്ക് അടുത്തുള്ള വസ്തുവിനെയും അകലെയുള്ള വസ്തുവിനെയും വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കും. വസ്തുക്കളുടെ അകലത്തിനനുസരിച്ച് കണ്ണിലെ ലെൻസിൻ്റെ ഫോക്കൽ ദൂരം ക്രമീകരിക്കാൻ കഴിയുന്നത് കൊണ്ടാണ് ഇങ്ങനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അടുത്തുള്ള വസ്തുവിനെയും അകലെയുള്ള വസ്തുവിനെയും വ്യക്തമായിട്ട് കാണുന്നത് എന്തുകൊണ്ടാണെന്നാണ് പറയുന്നത്. വസ്തുക്കളുടെ അകലത്തിനനുസരിച്ച് കണ്ണിലെ ലെൻസിൻ്റെ ഫോക്കൽ ദൂരം ക്രമീകരിക്കാൻ കഴിയുന്നു. വസ്തുക്കളുടെ അകലത്തിനനുസരിച്ച് കണ്ണിലെ ലെൻസിൻ്റെ ഫോക്കൽ ദൂരം ക്രമീകരിക്കാൻ കഴിയുന്നത് കൊണ്ടാണ് അടുത്തുള്ള വസ്തുക്കളെയും ദൂരെയുള്ള വസ്തുക്കളെയും നമുക്ക് ഒരുപോലെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ അകലെയുള്ള വസ്തുക്കളെ നോക്കുമ്പോൾ എങ്ങനെയാണ്? അകലെയുള്ള വസ്തുക്കളെ നോക്കുമ്പോൾ ഈ ഭാഗത്ത് നോക്കാം കേട്ടോ. അടുത്തുള്ള വസ്തുവിനെ നോക്കുമ്പോൾ എങ്ങനെയാണ്? അകലെയുള്ള വസ്തുവിനെ നോക്കുമ്പോൾ എങ്ങനെയാണ്? ഓക്കെ, അപ്പോൾ ആദ്യം അടുത്തുള്ള വസ്തുവിനെ നോക്കുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. സീലിയറി പേശികൾ സങ്കോചിക്കുന്നു. സ്നായുക്കൾ അയയുന്നു.
ലെൻസിൻ്റെ വക്രത കൂടുന്നു. ലെൻസിൻ്റെ വക്രത കൂടുന്നു, ഫോക്കൽ ദൂരം കുറയുന്നു. ഓക്കെ, ഒന്നുകൂടെ നോക്കാം. അടുത്തുള്ള വസ്തുവിനെ നോക്കുന്ന കാര്യമാണ് നമ്മൾ പറയുന്നത്. അടുത്തുള്ള വസ്തുവിനെ നോക്കുമ്പോൾ സീലിയറി പേശികൾ സങ്കോചിക്കുന്നു. സീലിയറി പേശികൾ സങ്കോചിക്കുകയാണ് ചെയ്യുന്നത്. അടുത്തുള്ള വസ്തുവിനെ നോക്കുമ്പോൾ സീലിയറി പേശികൾ സങ്കോചിക്കുന്നു. സ്നായുക്കൾ അയയുന്നു. സ്നായുക്കൾ അയയുന്നു. ലെൻസിൻ്റെ വക്രത കൂടുന്നു, ഫോക്കൽ ദൂരം കുറയുന്നു. ലെൻസിൻ്റെ വക്രത കൂടുകയും ഫോക്കൽ ദൂരം കുറയുകയും ചെയ്യുന്നു. എന്തൊക്കെയാണ് പറഞ്ഞത്? സീലിയറി പേശികൾ സങ്കോചിക്കുന്നു, സ്നായുക്കൾ അയയുന്നു, ലെൻസിൻ്റെ വക്രത കൂടുന്നു, ഫോക്കൽ ദൂരം കുറയുന്നു. ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് അകലെയുള്ള വസ്തുക്കളെ നോക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ ഒരെണ്ണം പഠിച്ചാൽ മതി, മറ്റേ നമുക്ക് കിട്ടും. എന്തായാലും ഒന്ന് വായിച്ചു പോകാം. അകലെയുള്ള വസ്തുക്കളെ നോക്കുമ്പോൾ സീലിയറി പേശികൾ വിശ്രമാവസ്ഥയിലാകുന്നു. ഇനിയോ സ്നായുക്കൾ വലിയുകയും ലെൻസിൻ്റെ വക്രത കുറയുകയും ഫോക്കൽ ദൂരം കൂടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചു വെക്കുക, മറ്റേത് അതിൻ്റെ ഓപ്പോസിറ്റാണ്. അപ്പോൾ അടുത്തുള്ള വസ്തുക്കളെ നോക്കുന്നത് അത് നമുക്കങ്ങ് പഠിച്ചു വയ്ക്കാം. എങ്ങനെയാണ്? സീലിയറി പേശികൾ സങ്കോചിക്കുന്നു. സീലിയറി പേശികൾ സങ്കോചിക്കുന്നു. സ്നായുക്കൾ അയയുന്നു. സ്നായുക്കൾ അയയുന്നു. ലെൻസിൻ്റെ വക്രത കൂടുകയും ഫോക്കൽ ദൂരം കുറയുകയും ചെയ്യുന്നു. അടുത്തുള്ളതല്ലേ, അപ്പോൾ ഫോക്കൽ ദൂരം എന്തായിരിക്കും? കുറവായിരിക്കും. ലെൻസിൻ്റെ വക്രത എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും. സ്നായുക്കളോ അയയുന്നു. സീലിയറി പേശികൾ സങ്കോചിക്കുന്നു. ഒരുപാട് തവണ ഇപ്പോൾ പറഞ്ഞു. ഇനി അടുത്തൊരു ഭാഗത്തോട്ട് വരാം. കണ്ണിൽ നിന്ന് വസ്തുവിലേക്കുള്ള അകലത്തിനനുസരിച്ച് ലെൻസിൻ്റെ വക്രതയിൽ മാറ്റം വരുത്തി ഫോക്കൽ ദൂരം ക്രമീകരിച്ച് പ്രതിബിംബത്തെ റെറ്റിനയിൽ തന്നെ രൂപപ്പെടുത്താനുള്ള കണ്ണിൻ്റെ കഴിവിനെയാണ് സമഞ്ജതാക്ഷമത അല്ലെങ്കിൽ പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. എന്താ പറഞ്ഞത്? കണ്ണിൽ നിന്ന് വസ്തുവിലേക്കുള്ള അകലത്തിനനുസരിച്ച് ലെൻസിൻ്റെ വക്രതയിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഫോക്കൽ ദൂരം ക്രമീകരിച്ച് പ്രതിബിംബത്തെ റെറ്റിനയിൽ തന്നെ രൂപപ്പെടുത്തുവാനുള്ള കണ്ണിൻ്റെ കഴിവിനെയാണ് സമഞ്ജതാക്ഷമത അല്ലെങ്കിൽ പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. പവർ ഓഫ് അക്കോമഡേഷൻ അഥവാ സമഞ്ജതാക്ഷമത എന്താണ്? ലെൻസിൻ്റെ വക്രതയിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഫോക്കൽ ദൂരം ക്രമീകരിച്ച് പ്രതിബിംബത്തെ റെറ്റിനയിൽ രൂപപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള കണ്ണിൻ്റെ കഴിവ്. അതാണ് പവർ ഓഫ് അക്കോമഡേഷൻ അല്ലെങ്കിൽ സമഞ്ജതാക്ഷമത. ഇനി അടുത്തത് റെറ്റിനയും പ്രകാശഗ്രാഹി കോശങ്ങളും. എന്താണ് ഇവിടെ പറയുന്നത്? റെറ്റിനയിൽ പ്രകാശഗ്രാഹി കോശങ്ങളുണ്ട് അല്ലേ? ഏതൊക്കെയാണ്? റോഡ് കോശങ്ങൾ, കോൺ കോശങ്ങൾ എന്നിവയാണ് റെറ്റിനയിലെ പ്രകാശഗ്രാഹി കോശങ്ങൾ. ഏതൊക്കെയാണ്? റോഡ് കോശങ്ങൾ, കോൺ കോശങ്ങൾ എന്നിവയാണ് റെറ്റിനയിലെ പ്രകാശഗ്രാഹി കോശങ്ങൾ. റോഡ് കോശങ്ങൾ കോൺ കോശങ്ങളെക്കാൾ എണ്ണത്തിൽ കൂടുതലാണ്. റോഡ് കോശങ്ങളാണ് കൂടുതൽ. റോഡ് കോശങ്ങൾ കൂടുതലായിട്ടുണ്ട്. ഓക്കെ, റോഡ് കോശങ്ങളാണ് കൂടുതൽ. റോഡ് കോശങ്ങൾ കോൺ കോശങ്ങളെക്കാൾ എണ്ണത്തിൽ കൂടുതലാണ്. അപ്പോൾ പ്രകാശഗ്രാഹി കോശങ്ങൾ നമുക്ക് എന്താണ്? രണ്ട് ടൈപ്പായിട്ടുണ്ട്. റോഡ് കോശങ്ങളുണ്ട്, കോൺ കോശങ്ങളുണ്ട്. റോഡ് കോശങ്ങളാണ് എണ്ണത്തിൽ കൂടുതൽ എന്ന് പറയുന്നത്. അപ്പോൾ റോഡ് കോശങ്ങളിൽ എന്തുണ്ട്? റോഡോപ്സിൻ. റോഡ് കോശങ്ങളിൽ റോഡോപ്സിൻ എന്ന കാഴ്ചാവർണ്ണകമുണ്ട്. ഇത് ഓപ്സിൻ എന്ന പ്രോട്ടീനും വിറ്റാമിൻ എയിൽ നിന്നും ഉണ്ടാകുന്ന റെറ്റിനാൾ എന്ന പദാർത്ഥവും ചേർന്നാണ് ഉണ്ടാകുന്നത്. റോഡ് കോശങ്ങളാണ് എണ്ണത്തിൽ കൂടുതലെന്ന് നമ്മൾ പറഞ്ഞു. റോഡ് കോശങ്ങളിൽ എന്തൊക്കെയുണ്ട്? റോഡോപ്സിൻ എന്ന കാഴ്ചാവർണ്ണകം, വിഷ്വൽ പിഗ്മെൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഓപ്സിൻ എന്ന പ്രോട്ടീൻ ഉണ്ട്. വൈറ്റമിൻ എയും എന്താണ്? വൈറ്റമിൻ എയിൽ നിന്നുമൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? റെറ്റിനാൾ എന്ന പദാർത്ഥവും ചേർന്നാണിത് ഉണ്ടാകുന്നത്. വിഷ്വൽ പിഗ്മെന്റ്, അതായത് റോഡോപ്സിൻ എന്ന വിഷ്വൽ പിഗ്മെന്റ് ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ഓപ്സിൻ എന്ന പ്രോട്ടീനും വൈറ്റമിൻ എയിൽ നിന്നും ഉണ്ടാകുന്ന റെറ്റിനാൾ എന്ന പദാർത്ഥവും ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ റോഡോപ്സിൻ ഉണ്ടാവുന്നത്. മനസ്സിലായോ? ഓപ്സിൻ എന്ന പ്രോട്ടീനും വൈറ്റമിൻ എയിൽ നിന്നുണ്ടാവുന്ന റെറ്റിനാൾ എന്ന പദാർത്ഥവും ചേർന്നിട്ട്, അപ്പോൾ റെറ്റിനാളും അതുപോലെ ഓപ്സിനും കൂടി ചേർന്നിട്ടാണ് റോഡോപ്സിൻ ഉണ്ടാവുന്നത്. മങ്ങിയ പ്രകാശത്തിൽ പോലും ഉദ്ദീപിക്കപ്പെടുന്നതിനാൽ വസ്തുക്കളെ മങ്ങിയ വെളിച്ചത്തിൽ കാണാൻ ഇവ സഹായിക്കുന്നു. ഇവയ്ക്ക് നിറങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവില്ല. ഏതിന്? റോഡോപ്സിന് നിറങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവില്ല. മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാക്കുന്നത് റോഡോപ്സിനാണ്. ഇനി കോൺ കോശങ്ങൾ അടങ്ങിയിരിക്കുന്ന റോഡ് കോശങ്ങളുണ്ട്, കോൺ കോശങ്ങളുണ്ട് അല്ലേ? അതിൽ കോൺ കോശങ്ങളിൽ അടങ്ങിയിരിക്കുന്നതാണ് ഫോട്ടോപ്സിൻ എന്ന് പറയുന്നത്. അതും എന്താണ്? ഒരു കാഴ്ചാവർണ്ണകമാണ്. അപ്പോൾ ഇതിനെ അയഡോപ്സിൻ എന്നും വിളിക്കാറുണ്ട്. അപ്പോൾ ഫോട്ടോപ്സിനെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? അയഡോപ്സിൻ എന്നും വിളിക്കുന്നത്. ഫോട്ടോപ്സിൻ ഈസ് ഓൾസോ കോൾഡ് അയഡോപ്സിൻ. ഓക്കെ, ഇതും ഓപ്സിനും അതുപോലെ റെറ്റിനാൾ എന്നീ ഘടകങ്ങൾ ചേർന്ന് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ പ്രകാശത്തിലെ ചുവപ്പ്, പച്ച, നീല എന്നീ വർണ്ണങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന 3 തരം കോൺ കോശങ്ങൾ നമ്മുടെ കണ്ണിലുണ്ട്. ഓപ്സിൻ തന്മാത്രയിലെ അമിനോ ആസിഡുകൾ വ്യത്യസ്തമായതാണ് ഈ വൈവിധ്യത്തിന് കാരണം.
കോൺ കോശങ്ങളുടെ പ്രവർത്തനമാണ് നമുക്ക് വർണ്ണക്കാഴ്ച സാധ്യമാക്കുന്നത്. അപ്പോൾ റോഡ് കോശങ്ങളാണ് എണ്ണത്തിൽ കൂടുതലും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. റോഡ് കോശങ്ങളാണ് എന്ത് ചെയ്യുന്നത്, എണ്ണത്തിൽ കൂടുതൽ. പക്ഷെ അവയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കളേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. മങ്ങിയ വെളിച്ചത്തിൽ കാണാനാണ് എന്ത് ചെയ്യുന്നത്, റോഡോപ്സിൻ സഹായിക്കുന്നത്. അപ്പോൾ റോഡോപ്സിൻ ഫോം ചെയ്ത എന്തൊക്കെയാണ്, ഓപ്സിനും അതുപോലെ തന്നെ റെറ്റിനാളും ചേർന്നിട്ടാണ്. വൈറ്റമിൻ എയിൽ നിന്ന് ഫോം ചെയ്ത റെറ്റിനാളും ഓപ്സിനും ചേർന്നിട്ടാണ് റോഡോപ്സിൻ ഉണ്ടാവുന്നത്. അതുപോലെ തന്നെയാണ് അയഡോപ്സിൻ അല്ലെങ്കിൽ ഫോട്ടോപ്സിനും ഉണ്ടാവുന്നത്. ഓക്കെ, ഫോട്ടോപ്സിൻ്റെ മറ്റൊരു പേരാണ് അയഡോപ്സിൻ എന്നത്. ഓപ്സിനും റെറ്റിനാൽ എന്ന ഘടകങ്ങൾ ചേർന്ന് തന്നെയാണ് എന്തുണ്ടായിരിക്കുന്നത്, അയഡോപ്സിനും ഉണ്ടായിരിക്കുന്നത്. അയഡോപ്സിൻ അല്ലെങ്കിൽ ഫോട്ടോപ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രകാശത്തിലെ ചുവപ്പ്, പച്ച, നീല ഈ വർണ്ണങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന കോൺ കോശങ്ങളാണ് നമ്മുടെ കണ്ണിലുള്ളത്. അപ്പോൾ ഓപ്സിൻ തന്മാത്ര, ഈ ഓപ്സിൻ തന്മാത്രയിലെ അമിനോ ആസിഡുകൾ വ്യത്യസ്തമായതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ കളേഴ്സൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ അല്ലേ, ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ. ഇനി റോഡ് കോശവും കോൺ കോശവും ജസ്റ്റ് ഒന്ന് ഡിസ്റ്റിങ്വിഷ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. വർണ്ണകം എന്ന് പറയുമ്പം റോഡ് കോശങ്ങളിൽ ഏതാണ്, റോഡോപ്സിനാണ്, റോഡോപ്സിൻ. കോൺ കോശങ്ങളിലാണെങ്കിൽ അയഡോപ്സിനാണ് അല്ലെങ്കിൽ ഫോട്ടോപ്സിനാണ്. ഇനി ആകൃതി എന്ന് പറയുമ്പോഴോ റോഡ് കോശങ്ങൾ ദണ്ഡാകൃതിയിലാണ്. ഓക്കെ, റോഡ് കോശങ്ങൾ ദണ്ഡാകൃതിയിലാണ്. കോൺ കോശങ്ങളാണെങ്കിൽ കോണാകൃതിയിലാണ്. ഇതെവിടെ ഇമേജ് തന്നിട്ടുണ്ടല്ലോ, കണ്ടല്ലോ. ആദ്യം തന്നിരിക്കുന്നത് റോഡ് കോശങ്ങളാണ്, അത് ദണ്ഡാകൃതിയിലാണ്. അതുപോലെ കോൺ കോശങ്ങളാണെങ്കിലോ എങ്ങനെയാണ്, കോൺ കോശങ്ങൾ കോണാകൃതിയിലുമായിരിക്കും ഉള്ളത്. ഇനി അടുത്തത് ധർമ്മം എന്ന് പറയുമ്പോൾ എന്താ, റോഡ് കോശങ്ങളുടെ ധർമ്മം വസ്തുക്കളെ മങ്ങിയ വെളിച്ചത്തിൽ കാണാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇനി അതുപോലെ കോൺ കോശങ്ങളാണെങ്കിലോ വർണ്ണക്കാഴ്ച സാധ്യമാക്കുന്നത് കോൺ കോശങ്ങളുമാണ്. ഓക്കെ അല്ലേ ഈ കാര്യം. ഇനി കാഴ്ചയുടെ രസതന്ത്രം, കാഴ്ചയുടെ രസതന്ത്രം ഈ ഭാഗത്ത് എന്താണ് പറയുന്നത് നോക്കിക്കേ. ഇവിടെ പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ഗ്രാഹി കോശങ്ങളിലെ വർണ്ണകങ്ങൾ വിഘടിക്കുന്നുണ്ട്. പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ഗ്രാഹി കോശങ്ങളിലെ വർണ്ണകങ്ങൾ വിഘടിക്കുന്നു. ഈ രാസമാറ്റം ആവേഗങ്ങൾ രൂപപ്പെടുന്നതിന് കാരണമാകുന്നുണ്ട്. ആവേഗങ്ങൾ നേത്രനാഡിയിലൂടെ സെറിബ്രത്തിലെത്തുമ്പോഴാണ് കാഴ്ച എന്ന അനുഭവം നമുക്ക് സാധ്യമാകുന്നത്. നമുക്ക് അറിയുന്ന കാര്യങ്ങളാണല്ലോ. പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ഗ്രാഹി കോശങ്ങളിലെ വർണ്ണകങ്ങൾ വിഘടിക്കുന്നു. ഈ രാസമാറ്റം ആവേഗങ്ങൾ രൂപപ്പെടുന്നതിന് കാരണമാകുന്നു. ആവേഗങ്ങൾ നേത്രനാഡിയിലൂടെ സെറിബ്രത്തിലെത്തുമ്പോഴാണ് കാഴ്ച എന്ന അനുഭവം നമുക്ക് സാധ്യമാകുന്നത്. ഈ ചാർട്ട് അങ്ങനെ കംപ്ലീറ്റ് ചെയ്യും. പ്രകാശം എന്താ ചെയ്യുന്നത്, പ്രകാശം കോർണിയയിലേക്ക് പതിക്കുന്നു. അവിടെ നിന്ന് അക്വസ് ദ്രവം വഴി പിന്നെന്താ പ്യൂപ്പിള്, പിന്നെ ലെൻസ്, പിന്നെ വരുന്ന ഏതാണ്, ലെൻസിനും റെറ്റിനയ്ക്കും ഇടയ്ക്കിൽ വിട്രിയസ് ദ്രവം ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ വിട്രിയസ് ദ്രവം വരും. പിന്നെ ഈ റെറ്റിനയിൽ നിന്ന് ആവേഗങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്, ഇവിടെ റെറ്റിന വരും അല്ലേ. റെറ്റിനയിൽ നിന്ന് ആവേഗങ്ങൾ നേത്രനാഡി വഴി എങ്ങോട്ടാണ് പോകുന്നത്, സെറിബ്രത്തിലേക്ക് പോകുന്നു. ഇവിടെ സെറിബ്രം വരും. സെറിബ്രത്തിലൂടെ പോകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, കാഴ്ച എന്ന് പറയുന്ന അനുഭവം നമുക്ക് സാധ്യമാകുന്നത്. ഓക്കെ അല്ലേ. പ്രകാശം കോർണിയയിലൂടെ കടന്ന് അക്വസ് ദ്രവത്തിലൂടെ കടന്ന് പ്യൂപ്പിളിൽ നിന്ന് ലെൻസിലേക്ക്, ലെൻസ്, പിന്നെ വിട്രിയസ് ദ്രവം, പിന്നെ റെറ്റിന, പിന്നെ റെറ്റിനയിൽ നിന്ന് ആവേഗങ്ങളായിട്ട് നേത്രനാഡി വഴി സെറിബ്രത്തിലേക്ക് പോകുന്നു. കാഴ്ച എന്ന അനുഭവം സാധ്യമാകുന്നു. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഇനി അടുത്തത് ബൈനക്കുലാർ വിഷൻ അല്ലെങ്കിൽ ദ്വിനേത്ര ദർശനത്തെക്കുറിച്ചാണ് പറയുന്നത്. നമുക്ക് രണ്ട് കണ്ണുണ്ട് അല്ലേ, പക്ഷെ രണ്ട് കണ്ണിലും പ്രതിബിംബങ്ങൾ വന്നിട്ട് രണ്ട് ഇമേജസ് ആയിട്ടാണോ നമ്മൾ കാണുന്നത്, അല്ല. അത് കോർഡിനേറ്റ് ചെയ്ത് ഒറ്റ ഇമേജായി മാറ്റുന്നുണ്ട് അല്ലേ. ആ ഒരു കണ്ണിൻ്റെ കഴിവിനെയാണ് എന്ത് പറയുന്നത്, ബൈനക്കുലാർ വിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നോക്കാം. ഒരേ വസ്തുവിൻ്റെ രണ്ട് ദിശയിൽ നിന്നുള്ള പ്രതിബിംബങ്ങളാണ് നമ്മുടെ ഓരോ കണ്ണിലും പതിക്കുന്നത്. ഈ രണ്ട് ദൃശ്യങ്ങളും മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തന ഫലമായി സംയോജിക്കുമ്പോഴാണ് നമുക്ക് വസ്തുവിൻ്റെ ത്രിമാന രൂപം അനുഭവപ്പെടുന്നത്. ഇതിനെയാണ് ബൈനക്കുലാർ വിഷൻ അല്ലെങ്കിൽ ദ്വിനേത്ര ദർശനം എന്ന് പറയുന്നത്. എന്താണ്, ഒരു വസ്തുവിൻ്റെ രണ്ട് ദിശയിൽ നിന്നുള്ള പ്രതിബിംബങ്ങളാണ് നമ്മുടെ കണ്ണിൽ ഫോം ചെയ്യുന്നത്. അപ്പോൾ മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് അവ സംയോജിച്ച് ഒറ്റൊരു ഇമേജായിട്ട്, ഒരു 3D ഫോമായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അതിനെയാണ് ബൈനക്കുലാർ വിഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നേത്ര വൈകല്യങ്ങളും രോഗങ്ങളും ഒക്കെയാണ് നോക്കാനായിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യം നിശാന്തത അല്ലെങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്നെസ്സിനെ കുറിച്ച് തന്നിരിക്കുന്നു. കാഴ്ചാവർണ്ണകങ്ങളിലെ ഘടകമായിട്ടുള്ള റെറ്റിനാൾ വൈറ്റമിൻ എയിൽ നിന്ന് രൂപം കൊള്ളുന്നതാണ് അല്ലേ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് റെറ്റിനാൾ എന്ന് പറയുന്നത് വൈറ്റമിൻ എയിൽ നിന്ന് ഫോം ചെയ്യുന്നതാണെന്ന്. അങ്ങനെ വരുമ്പോൾ വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോൾ, വൈറ്റമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ റെറ്റിനാളിൻ്റെ അളവും കുറയും. അപ്പോൾ റെറ്റിനാളിൻ്റെ അളവ് കുറയുമ്പോൾ എന്താണ്, റോഡോപ്സിൻ്റെ പുനർനിർമ്മാണം തടസ്സപ്പെടുകയും ചെയ്യും.
ആ അവസ്ഥയിൽ മങ്ങിയ വെളിച്ചത്തിൽ വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാതെ വരുന്ന അവസ്ഥയാണ് നിശാന്തത അല്ലെങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? എന്താണ്? വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി കാരണമാണ് നിശാന്തത ഉണ്ടാവുന്നത്. വൈറ്റമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ വൈറ്റമിൻ എയിൽ നിന്നും രൂപം കൊള്ളുന്ന റെറ്റിനാളിൻ്റെ അളവ് കുറയുന്നു. റോഡോപ്സിൻ്റെ പുനർനിർമ്മാണം തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മങ്ങിയ വെളിച്ചത്തിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? വസ്തുക്കളെ വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കില്ല. അതിനെയാണ് എന്ത് പറയുക? നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. റൈറ്റ്, നൈറ്റ് ബ്ലൈൻഡ്നെസ്. ഓക്കെ അല്ലേ? ഇനി സീറോഫ്താൽമിയെ കുറിച്ച് നോക്കാം. സീറോഫ്താൽമിയ എന്താണ്? സീറോഫ്താൽമിയ വൈറ്റമിൻ എയുടെ തുടർച്ചയായ അഭാവമുണ്ടായാൽ നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ എന്തായി മാറും? അതാര്യമായി തീരും. ഇത് സീറോഫ്താൽമിയ എന്ന അവസ്ഥയിലേക്കും തുടർന്ന് അന്ധതയിലേക്കും നയിക്കുന്നുണ്ട്. അപ്പോൾ വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി കാരണമാണ് നിശാന്തതയും വൈറ്റമിൻ എയുടെ തുടർച്ചയായ അഭാവം കാരണമാണ് സീറോഫ്താൽമിയം ഉണ്ടാവുന്നത്. സീറോഫ്താൽമിയ എന്ന് പറയുമ്പോൾ നേത്രാവരണവും കോർണിയൊക്കെ വരണ്ട് കോർണിയ അതാര്യമായി തീരുന്നു. ഇത് സീറോഫ്താൽമിയ എന്ന അവസ്ഥയിലേക്കും തുടർന്നും ഇങ്ങനെ തന്നെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അത് തുടർന്ന് അന്ധതയിലേക്കും നയിക്കും. അപ്പോൾ ഈ സീറോഫ്താൽമിയ ടെസ്റ്റ് ഉണ്ട്. സീറോഫ്താൽമിയ തന്നെയാണോ എന്നറിയാൻ വേണ്ടി നടത്തുന്ന ടെസ്റ്റ് ഉണ്ട്. റോസ് ബംഗാൾ ടെസ്റ്റ് എന്നാണ് അതിൻ്റെ പേര് കേട്ടോ. റോസ് ബംഗാൾ ടെസ്റ്റ് എന്നാണ് അതിൻ്റെ പേര്. ഇനി അടുത്തൊരു ഡിസീസാണ് വർണ്ണാന്ധത അല്ലെങ്കിൽ കളർ ബ്ലൈൻഡ്നെസ്. എന്താണ്? ചുവപ്പ്, പച്ച, നീല. ചുവപ്പ്, പച്ച, നീല എന്നീ നിറങ്ങൾ തിരിച്ചറിയാനുള്ള കോൺ കോശങ്ങൾ റെറ്റിനയിലുണ്ട് അല്ലേ? ചുവപ്പ്, പച്ച, നീല എന്നീ നിറങ്ങൾ തിരിച്ചറിയാനുള്ള കോൺ കോശങ്ങളല്ലേ കളേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഈ കോൺ കോശങ്ങളുടെ തകരാറ് മൂലം ചിലർക്ക് ചുവപ്പും പച്ചയും നിറങ്ങൾ വേർതിരിച്ചറിയാനായിട്ട് പറ്റില്ല. ഏതാ കളേഴ്സാ? ചുവപ്പും പച്ചയും ഡിസ്റ്റിങ്വിഷ് ചെയ്ത് അറിയാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഈ രോഗാവസ്ഥയാണ് എന്ത് പറയുന്നത്? വർണ്ണാന്ധത എന്ന് പറയുന്നത്. വർണ്ണാന്ധതയുള്ളവരെ സൈന്യത്തിലോ ഡ്രൈവർ, പൈലറ്റ് അങ്ങനെയുള്ള ജോലികൾക്കൊന്നും തിരഞ്ഞെടുക്കില്ല. നമ്മൾ പഠിച്ചിട്ടില്ലേ ജോൺ ഡാൾട്ടന് വർണ്ണാന്ധത ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇഷിഹാര ടെസ്റ്റാണ് ഈ വർണ്ണാന്ധത ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നടത്തുന്ന ടെസ്റ്റ്. ക്ലിയർ അല്ലേ? ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗ്ലൂക്കോമയെക്കുറിച്ചാണ്. എന്താണ് ഗ്ലൂക്കോമയെക്കുറിച്ച് പഠിക്കാനുള്ളത്? ഇവിടെ കണ്ണിലെ കലകൾക്ക് പോഷണം നൽകുന്ന ദ്രവമാണ് അക്വസ് ദ്രവം. നമ്മൾ പഠിച്ചു കണ്ണിലെ കലകൾക്ക് പോഷണവും ഓക്സിജനും ഒക്കെ നൽകുന്ന ദ്രവമാണ് അക്വസ് ദ്രവം എന്ന് പറയുന്നത്. അക്വസ് ദ്രവം എന്താ ചെയ്യുന്നത്? രക്തത്തിലേക്ക് തന്നെ പുനരാഗീകരണം ചെയ്യുകയാണ്. രക്തത്തിൽ നിന്ന് ഫോം ചെയ്ത് രക്തത്തിലേക്ക് തന്നെ പുനരാഗീകരണം ചെയ്യുകയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അക്വസ് ദ്രവത്തിൻ്റെ പുനരാഗീകരണം നടക്കാതെ വരുമ്പോൾ കണ്ണിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യും? പ്രഷർ കൂടും, മർദ്ദം കൂടും. അപ്പോൾ റെറ്റിനയ്ക്കും പ്രകാശഗ്രാഹി കോശങ്ങൾക്കും ഒക്കെ നാശം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ അന്ധതയിലേക്ക് നയിക്കുന്നുണ്ട്. ആ ഒരു രോഗമാണ് ഗ്ലൂക്കോമ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അക്വസ് ദ്രവം പുനരാഗീകരണം നടക്കാതെ വരുമ്പോൾ കണ്ണിനുള്ളിൽ മർദ്ദം കൂടുകയും റെറ്റിനയ്ക്കും പ്രകാശഗ്രാഹി കോശങ്ങൾക്ക് നാശമുണ്ടാക്കി അന്ധതയിലേക്ക് നയിക്കുന്ന ഈ ഒരു രോഗമാണ് ഗ്ലൂക്കോമ എന്ന് പറയുന്നത്. അപ്പോൾ ലേസർ ശസ്ത്രക്രിയയിലൂടെയാണ് ഈ ഒരു അവസ്ഥ നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ നിശബ്ദനായ കാഴ്ചശക്തി അപഹാരി എന്നൊക്കെ നമുക്ക് ഗ്ലൂക്കോമയെ വിശേഷിപ്പിക്കാം. നേത്രഗോളത്തിൽ മർദ്ദം കൂടുന്ന വഴിയാണ് ഈ ഒരു ഗ്ലൂക്കോമ എന്ന അവസ്ഥയിലേക്ക് നയിക്കപ്പെടുന്നത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് തിമിരം എന്താ നോക്കാം കേട്ടോ. തിമിരം കണ്ണിലെ ലെൻസ് അതാര്യമാകുന്നത് മൂലം കാഴ്ച നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് തിമിരം. ലെൻസ് മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയാണ് ഇതിന് പരിഹാരമായിട്ടുള്ളത്. നമ്മുടെ ഓൾഡ് ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ മിക്കവാറും എന്തുണ്ടാവുന്നുണ്ട്? തിമിരം, അതുപോലെ തന്നെ വെള്ളെഴുത്ത് അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് അല്ലേ? ഇനി അടുത്തതാണ് കൺജങ്ക്റ്റിവൈറ്റിസ് അല്ലെങ്കിൽ ചെങ്കണ്ണ്. കൺജങ്ക്റ്റിവൈറ്റിയെ ബാധിക്കുന്ന അണുബാധയാണ് ഇതിന് കാരണം. ബാക്ടീരിയ, വൈറസ് തുടങ്ങിയവയാണ് രോഗകാരികൾ. സ്പർശനത്തിലൂടെയും മറ്റുമാണ് ഈ രോഗം പകരുന്നത്. ശുചിത്വം പാലിക്കുന്നതിലൂടെ ഒരു പരിധിവരെ ഈ രോഗം തടയാം. സ്കൂളിലൊക്കെ ഒരാൾക്ക് വന്നാൽ തന്നെ എന്ത് ചെയ്യും? ഈ ചെങ്കണ്ണ് അല്ലെ മദ്രാസ് ഐ അല്ലെങ്കിൽ പിങ്ക് ഐ എന്നൊക്കെ പറയും. ഇത് മറ്റുള്ളവരിലേക്കും വരും അല്ലേ? നമ്മൾ ഈ റോസ് ബംഗാൾ ടെസ്റ്റിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അതെന്തായിരുന്നു? അത് സീറോഫ്താൽമിയ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള, സീറോഫ്താൽമിയ നിർണ്ണയിക്കുന്നതിനുള്ള ടെസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ പറഞ്ഞത് എന്താണ്? പിങ്ക് ഐ അല്ലെ മദ്രാസ് ഐ എന്നൊക്കെ പറയുന്നത് ചെങ്കണ്ണിൻ്റെ മറ്റ് 2 പേരുകളാണ്. ഓക്കെ അല്ലേ? ഇനി ഇവിടെ നമുക്കൊരു ബോക്സ് തന്നിട്ടുണ്ട്, നോക്കാം. കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രം എന്താണ്? സെൽഫോൺ, കമ്പ്യൂട്ടർ, ടാബ്ലറ്റ് തുടങ്ങിയ ഉപകരണങ്ങൾ തുടർച്ചയായി ഉപയോഗിക്കുന്നത് മൂലം കണ്ണിനുണ്ടാവുന്ന പ്രശ്നങ്ങളാണ് കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രം. ഇത്തരം ഉപകരണങ്ങളുടെ സ്ഥിരമായ ഉപയോഗം ഫോക്കസ് ചെയ്യാനുള്ള കണ്ണിൻ്റെ കഴിവിനെ ബാധിക്കുന്നുണ്ട്. തലവേദനയാണ് ഇതിൻ്റെ മുഖ്യ ലക്ഷണം. കണ്ണ് വളരുക, കണ്ണിന് അമിത മർദ്ദം അനുഭവപ്പെടുക എന്നിവയും അനുബന്ധ ലക്ഷണങ്ങളാണ്.
മനസ്സിലായോ? കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രം എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ ഈ ഒരു യുഗത്തിൽ നമുക്ക് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ? എന്താണ്? സെൽഫോണ്, കമ്പ്യൂട്ടർ, ടാബ്ലറ്റ് അങ്ങനത്തെ ഉപകരണങ്ങളൊക്കെ തുടർച്ചയായിട്ട് ഈവൻ ചെറിയ കുട്ടികൾ വരെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് കണ്ണിനുണ്ടായേക്കാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് പറയുന്നത് കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രം എന്ന് പറയുന്നത്. അതായത് ഇത്തരത്തിലുള്ള ഉപകരണങ്ങളുടെ സ്ഥിരമായ ഉപയോഗം മൂലം കണ്ണിന് ഫോക്കസ് ചെയ്യാനുള്ള കപ്പാസിറ്റി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്ഥിരമായിട്ട് തലവേദന അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. കണ്ണ് വളരുക, കണ്ണിന് അമിത സമ്മർദ്ദം അനുഭവപ്പെടുക എന്നൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങളായിട്ട് നമുക്ക് പറയാവുന്നത്. ഇനി അടുത്തത് കണ്ണിൻ്റെ ആരോഗ്യ സംരക്ഷണം. എങ്ങനെയാണ് കണ്ണിൻ്റെ ആരോഗ്യ സംരക്ഷണം എങ്ങനെയാണ്? കൂടുതലായിട്ട് നമ്മൾ വൈറ്റമിൻ എ അടങ്ങിയ ഫുഡ് കഴിക്കുക, അതുപോലെ തന്നെ മൊബൈൽ ഫോണ്, കമ്പ്യൂട്ടർ, ടാബ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരമാവധി യൂസ് കുറയ്ക്കുക. ഓക്കെ അല്ലേ? ഇനി അടുത്തത് ചെവിയെക്കുറിച്ചാണ് പഠിക്കാനായിട്ടുള്ളത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി ചെവിയെക്കുറിച്ചും നാവിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുണ്ട്. അത് സെക്കൻഡ് പാർട്ടായിട്ട് നമുക്ക് തൊട്ടടുത്ത ദിവസം തന്നെ ചെയ്യാം. ഓക്കെ. അപ്പോൾ കണ്ണുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്തിട്ടുള്ള എക്സ്ട്രാ ക്ലാസ് മീൻസ് കുറച്ചുകൂടി അഡീഷണൽ പോയിൻറ്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ് ഉണ്ട്. അതിന് ലിങ്ക് ഫസ്റ്റ് കമൻ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. വേണമെന്നുള്ളവർക്ക് ആ ഒരു ക്ലാസ് കൂടി കണ്ട് അഡീഷണൽ പോയിൻറ്റ്സ് കൂടി കണ്ടെത്താവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനായിട്ടുള്ളത്. ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാനുള്ളവർ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. അവിടെയാണ് നമ്മുടെ റിവിഷൻ പ്ലാനുകളും വീക്ക്ലി എക്സാംസും ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ ഈ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടോ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. കൂടാതെ ഷെയർ ചെയ്ത് ഫ്രണ്ട് സർക്കിളിലേക്ക് കൂടി എത്തിക്കുക. ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. താങ്ക്